ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? മഴയൊക്കെ എങ്ങനെ ഉണ്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ? എല്ലാവരും കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് വെറും 2 മുട്ട വെച്ചിട്ടുള്ള ഒരു അടിപൊളി ചായക്കടിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് നല്ല ടേസ്റ്റാണ് എന്നുള്ളത്. വെറും 2 മുട്ട വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് മുട്ട വെച്ചിട്ടൊന്ന് നോക്കൊണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ മുട്ട ആയതുകൊണ്ട് 3 എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യിച്ചെങ്കിൽ അത്ര എടുക്കാം കേട്ടോ. 2 മുട്ട ഉണ്ടെങ്കിലും ഒരു പാത്രം നിറയെ ചായക്കടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1/2 ടീസ്പൂണ് ചില്ലി ഫ്ലക്സും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് കലക്കിയെടുക്കുക കേട്ടോ. ആ ഉപ്പൊക്കെ നല്ലപോലെ കലങ്ങിയെടുക്കുന്ന രൂപത്തിൽ ഒന്ന് കലക്കിയെടുത്തിട്ട് മാറ്റി വെക്കുക. പിന്നെ അതാ ഞാനൊരു 1.5 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 250 ml കപ്പിനാണ് 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിക്ക് 2 സ്പൂണ് കോൺഫ്ലവറും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതില്ലാന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ അല്ല ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. സോഡാപ്പൊടി ഇട്ട് കൊടുക്കണ്ട, ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. പിന്നെ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അത് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതാ ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് അത് മിക്സ് ആക്കിയതിൻ്റെ ശേഷം നമ്മൾ അതിൽ നിന്ന് ഒരു 1/2 കപ്പ് പൊടി മാറ്റി വെക്കുകയാണ് കേട്ടോ ചെയ്യണത്. എന്നിട്ട് ബാക്കിയുള്ളതാണ് നമ്മൾ മാവ് രൂപത്തിൽ കലക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഞാനൊരു 1/2 പാത്രം പൊടി മാറ്റിയെടുക്കണുണ്ട്. ഈ പൊടി നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കലക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ മാറ്റി വെച്ച പൊടിയല്ല എടുത്തിട്ടുള്ളത്. മാറ്റി വെച്ച പൊടി അവിടെ പാത്രത്തിലുണ്ട്. അത് അതിൽ ബാലൻസ് ഉണ്ടായിരുന്ന പൊടിയാണ് കേട്ടോ. ഞാൻ വേറെ പാത്രത്തേക്ക് മാറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ കട്ട പിടിക്കാതെ ഇങ്ങനെ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കണ്ടോ ഇതേ രൂപത്തിൽ കുറച്ച് ലൂസ് രൂപത്തിൽ ആക്കിയെടുക്കുക കേട്ടോ. ഇനി നമുക്ക് മുട്ട ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ മുട്ട ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ അതാ നിങ്ങൾ എരിവൊക്കെ എങ്ങനെയാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ എരിവിനൊക്കെ പാകത്തിനനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടിയൊക്കെ ഇട്ടാൽ മതി കേട്ടോ. ഇത് കറക്റ്റ് എരിവായിരുന്നു കേട്ടോ. പിന്നെ ഈ ഉണക്കമുളക് തീരെ എരിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ അത്ര ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾ എരിവുള്ള മുളകൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ മുട്ടയൊക്കെ വെന്ത് ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ചൂടാറിൻ്റെ ശേഷമാണ് കേട്ടോ അത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്ക് ഏത് രൂപത്തിൽ വേണേലും കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു രൂപത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇനി ഇത് ഓരോന്നും കൂടി കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മളിതിൽ ഓരോ കഷ്ണം എടുത്തിട്ട് മാവിൽ മുക്കിയിട്ട് അങ്ങനെ പൊരിച്ചെടുക്കാനായിട്ട് ചെയ്യണത്. നമ്മൾ ബ്രോസ്റ്റൊക്കെ പൊരിച്ചെടുക്കണ മാതിരിയാണ് കേട്ടോ. കണ്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ തോന്നും. ഇത്രയും കഷ്ണം കൊണ്ട് തന്നെ നമുക്കൊരു പാത്രം നിറയെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് ഇങ്ങനെ ചായക്കടിയൊന്നും കൊടുക്കാനൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ വീട്ടിൽ മുട്ടയ്ക്ക് ഇരിക്കണുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ അതുപോലെ സ്നാക്സൊക്കെ ഉണ്ടാക്കി വിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതുപോലെ പറ്റും കേട്ടോ. കച്ചവടത്തിനൊക്കെ കൊടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ കണ്ടോ ഇതുപോലെ മുക്കിയെടുത്തിട്ട് പിന്നെ നമ്മൾ ഈ പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. വീണ്ടും ഒന്നും കൂടി ഈ മാവിൽ മുക്കിയെടുക്കുക. എന്നിട്ട് പിന്നെയും ഇതുപോലെ കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നാലേ ഉള്ളൂ ഇതിന്മേൽ നല്ലതുപോലെ പിടിച്ച് കിട്ടുക കേട്ടോ. അപ്പോൾ എല്ലാതും ഇതുപോലെ മുക്കി എടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ എണ്ണ ചൂടായിട്ട് അതിക്കിട്ട് കൊടുത്തിട്ട് വേഗം പൊരിച്ച് കോരട്ടോ. വേവാനൊന്നും ഉള്ളതില്ലല്ലോ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പിന്നെ എണ്ണ ഒട്ടും കുടിക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ചട്ടിയിൽ എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ ഏകദേശം ചൂടായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാതും ഇങ്ങനെ മുക്കിയെടുത്തിട്ട് കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിൽ നിന്ന് ഓരോന്നായിട്ട് ഇതിൽ ഇട്ട് കൊടുക്കട്ടെ. ഞാൻ എണ്ണ ചൂടായിക്കണമെന്ന് ഒരു ചെറിയ കഷ്ണം ഇട്ട് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ കണ്ടോ ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലതുപോലെ മുരിഞ്ഞ് വരും കേട്ടോ. 2 ഭാഗം മുരിഞ്ഞിട്ട് ഒരു ഭാഗം മുരിഞ്ഞ് മറ്റേ ഭാഗം മറിച്ചിട്ട് കൊടുക്കുമ്പോൾ അത് മുരിഞ്ഞ് വന്നാൽ മുകളിലേക്ക് പൊന്തി വരും കേട്ടോ. അപ്പോൾ നമുക്ക് കോരിയെടുക്കാം. എണ്ണയൊന്നും ഒട്ടും കുടിക്കൂല കേട്ടോ. അപ്പോൾ എണ്ണയിലൊക്കെ പൊരിച്ചെടുക്കുകയാണെന്ന് വിചാരിച്ചിട്ട് ആരും ഉണ്ടാക്കാതെ ഇരിക്കണ്ട. അപ്പോൾ വീട്ടിൽ മുട്ടയും ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് കേട്ടോ. പിന്നെ ഗോതമ്പ് പൊടിയിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഗോതമ്പ് പൊടിയിലൊക്കെ ഉണ്ടാക്കണേക്കാളും ടേസ്റ്റ് ഇങ്ങനെ മൈദയിൽ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടോ ഇതിമൊന്നും ഒട്ടും എണ്ണ പിടിച്ചിട്ടില്ല. എണ്ണയൊക്കെ നല്ലതുപോലെ വാർന്ന് പോയിട്ടുണ്ട്. നമ്മൾ ചട്ടിയിൽ ഒഴിച്ചിട്ടുള്ള എണ്ണ അതേ രൂപത്തിൽ തന്നെ ചട്ടിയിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാതും ഇതുപോലെ ഞാനിങ്ങനെ ഒന്ന് പൊരിച്ചെടുക്കട്ടെ. വലിയ ചട്ടിയാണെന്നുണ്ടെങ്കിൽ 2 3 ഒക്കെ ഇട്ടിട്ട് പൊരിച്ചെടുക്കട്ടോ. അപ്പോൾ ഞാൻ എല്ലാതും പൊരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കോഴിമുട്ട വെച്ചിട്ടാണല്ലോ ഉള്ളിൽ. ഇതിലിപ്പോൾ കോഴിമുട്ടയാണ് ഉള്ളിൽ എന്നുള്ളത് നമ്മൾ കണ്ടാലല്ലേ അറിയുള്ളൂ.
ഇതെടുത്ത് തിന്ന് നോക്കുമ്പോഴേ അറിയുള്ളൂ, പെട്ടെന്ന് ആർക്കും അങ്ങനെ അറിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പാക്കും വെച്ച് കൊടുത്തതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൊണ്ടു കേട്ടോ. ഇപ്പോൾ എണ്ണ ഉണ്ടോയെന്ന് നോക്കുകയാണ് എല്ലാതും എടുത്തിട്ട്. അപ്പോൾ അതിമൊന്നും എണ്ണ ഇല്ല എന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ ഇതിമ ഒട്ടും എണ്ണ പിടിക്കൂല കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൊണ്ടു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ ഇപ്പം കഴിച്ച് നോക്കുകയാണ് കേട്ടോ. നല്ല കറുമുറാന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പറയണത് നല്ല ടേസ്റ്റ് ഉണ്ട്, കണ്ട മാതിരി അല്ല എന്നാണ് കേട്ടോ പറയണത്. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക് യു. അസ്സലാമു അലൈക്കും.